നെബുവിന് ഊഞ്ഞാലിൽ പൊക്കി വിടാനുള്ള പരിപാടിയാണ്. ഒച്ചയും ബഹളായി ഗൈസ്, ഒച്ചയും ബഹളം. ഞാൻ പറയൂല, ഞാൻ കയറിയതല്ല, ഇതിൽ ചാടി കയറിയതല്ലേ. ഇനി പാർക്കിലേക്ക് വരുന്നെന്ന് പറയുമോ? ഹലോ ഗൈസ്, ആശും വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വീക്ക് എൻഡാണ്, നമ്മളിന്ന് ഫ്രീ ഡേ ആണ്. അപ്പോൾ കുട്ടികളെ കൊണ്ടൊന്ന് പുറത്തേക്ക് പോകാമെന്ന് വിചാരിച്ച്. അപ്പം നമ്മൾ എവിടേക്കാണ് പോകുന്നത്? നെബുണ്ട്, നെസ്സുണ്ട്, അതുപോലെ ജാഫ് പുറത്തേക്ക് ഇറങ്ങിപ്പോയിക്കാണ്. ഇവരെയും കൊണ്ടൊന്ന് പാർക്കിലൊക്കെ പോകാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇറങ്ങിയത് പാലക്കാട് മലമ്പുഴൻ്റെ ബാക്കിൽ പുതിയൊരു കുട്ടികളുടെ പാർക്ക് വന്നിട്ടുണ്ട്. അവിടെ പോയിട്ട് നമുക്ക് എന്തൊക്കെയാണെന്നുള്ളത് അറിയുകയും ചെയ്യാം, കുട്ടികൾക്ക് അത് കളിക്കുകയും ചെയ്യാം. നമുക്കൊരു യാത്ര, കുട്ടികൾക്ക് ഒരു എൻ്റർടൈൻമെൻറ്റ് കൂടി ആയിക്കോട്ടെ. ഇപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഒന്ന് അമർത്തിയിട്ട് കണ്ടോളിട്ടാ. എന്തായാലും സ്കിപ്പ് ചെയ്യാണ്ട് കാണി, സപ്പോർട്ട് ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യും, ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് നേരെ നമ്മൾ പോണത് പാലക്കാടാണ്. പാലക്കാട് പോണ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും വീഡിയോയിൽ ഉൾപ്പെടുന്നതായിരിക്കും. അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യേണ്ട, നേരെ നമ്മൾ പാലക്കാട്ടേക്ക് പോയി ഗൈസ്. അപ്പോൾ നമ്മൾ അങ്ങനെ പാലക്കാട് എത്തിയിട്ടുണ്ട്. പാലക്കാട്ടേക്ക് വരുന്ന തീരുമാനിച്ചാൽ കുട്ടികളെ കൊണ്ട് ഒന്നുമില്ലെങ്കിൽ സിനിമ അല്ലെങ്കിൽ പാർക്ക് അല്ലെങ്കിൽ ആർഡർ ഉദ്ദേശിക്കുന്ന പാലക്കാട്ടേക്ക് എന്തെങ്കിലും വന്നു വെച്ചാലേ നമ്മുടെ ഫൈസലിൻ്റെ ഡൂക്കിൻ്റെ ടയർ അൺസൈസ് അപ്സൈസൊക്കെ ആക്കിയായിരുന്നു. അപ്പോൾ അത് നമ്മുടെ നാട്ടിൽ പഞ്ചർ ഒട്ടി കൊടുക്കൂല എന്ന് പറഞ്ഞ് അവൻ അങ്ങോട്ട് പെട്ട് അവസാനം ആ ടയറെ കോരി പിടിച്ചിട്ട് ഡിക്കിയിൽ വെച്ചിട്ടുണ്ട്. എങ്ങനെ കയറി അപ്സൈസ് ചെയ്തപ്പോഴാണ്? ആ അതെ, കയറിൽ കല്ല് കയറി കയറുന്ന ടയർ എന്തിനാണ് ഈ ടയറൊക്കെ വാങ്ങുന്നത്? വണ്ടി കൊടുത്ത് തൂക്കി വെക്ക് പൈസ തൂക്കി വെക്ക്, വീരാനിക്ക് കൊടുത്താളെ. എന്തായാലും നമ്മളെ വണ്ടിയിൽ കയറ്റിയിട്ട് ഉണ്ട് ടയർ ഇപ്പൊ ഇതിൽ കയറ്റിയിട്ടുണ്ടെങ്കിൽ ഇറക്കുമ്പോൾ നമുക്ക് വീഡിയോ കാണിച്ചു തരാം. അപ്പൊ എവിടുന്ന് മഞ്ഞക്കുളം പള്ളിന്റെ അവിടെ ബാക്ക് സൈഡിൽ പൊളി മാർക്കറ്റ് ഉണ്ട്, അവിടെ എത്ര കൊടുക്കണത് ഗൈസ്. അപ്പൊ അവിടെ നിന്ന് നമ്മൾ അങ്ങനെ കൊടുത്തിട്ട് തിരിച്ച് നമ്മൾ അങ്ങോട്ട് പോകും. തിരിച്ചു വരുമ്പോൾ എടുക്കുള്ളൂ ടയർ. വെരി ഗുഡ്. അപ്പൊ കുട്ടികൾക്ക് ഒരു എന്റർടൈൻമെന്റ് ആയി. നെസ് ഉറങ്ങാനായിക്കണ്. ഉറങ്ങിയ നെസ്? കുട്ടികൾ ചായ കുടിക്കാറില്ല. എന്തായാലും എൻ്റെ ഒക്കെ ചെലവ് തന്നെയാണ്. ഫൈസലിന്റെ ടയർ ഒട്ടിക്കൊണ്ട് ഫൈസലാണ് ഫുൾ ചെലവ്. പാലക്കാടത്തെ വീഡിയോ എടുത്തത് സയ്യദ് മഹേന്ദ്രയുടെ XUV അല്ലേ, TUV. എവിടെ ക്യാമറ വെച്ചിക്കണ? ബെൽറ്റ് ഇട്ടിട്ടില്ലേ? നമ്മള് അങ്ങനെ മേപ്പറമ്പ് എത്തി. മേപ്പറമ്പ പാലക്കാട്. അതൊക്കെ ഇങ്ങനെ ആടിനെ കൊണ്ടുപോകണൊക്കെ പെട്ടിക്കാക്കിട്ട് അയ്യോ, അതൊക്കെ പാലക്കാടിനെ കാണാൻ പറ്റുള്ളൂ. തമിഴ്നാട് സ്റ്റൈല് കാണണമെങ്കിൽ നമ്മള് പാലക്കാട് തന്നെ വരണം. നമ്മളുടെ പാലക്കാട് ഉണ്ണി, പാലക്കാടേ മുന്തിരിക്കൊലകള്. ഫൈസലിന്റെ ടയർ മൂഞ്ചി ഗൈസ്. അങ്ങനെ ഫൈസലിന്റെ ടയർ നോക്കിയപ്പോൾ അത് പൊളിഞ്ഞിരിക്കുന്നത്. ടയർ മാറ്റന്നെ വേണം, പഞ്ചർ ഒട്ടിക്കൽ നടക്കൂല. അപ്പം എന്നാൽ ശരി, ഞങ്ങളുടെ കാറിൻ്റെ ടയർ നോക്കിയപ്പോൾ എല്ലാം പോയിക്കണം. അപ്പോൾ അത് മാറ്റാമെന്ന് വിചാരിച്ച്. JK ഉണ്ട്, അപ്പോളോ ഉണ്ട്. 100 റുപ്യ വ്യത്യാസമുള്ളൂ. അപ്പോൾ JK എടുക്കാമെന്ന് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോളോ എടുക്കണോ ഗൈസ്? കൺഫ്യൂഷനായി. JK കാണുമ്പോൾ കുറച്ചുകൂടി ഇതുണ്ടാ, ഇതെടുത്താലേ അതെ ഭംഗിയല്ലേ, വീതിയുണ്ട്. അപ്പോൾ അത് നമുക്ക് എടുത്ത് നോക്കാം. ഇത് മാറ്റിയിട്ട് നമുക്ക് പാർക്കിൽ പോകും. നമ്മൾ ടയർ പന്നെ അയക്കണം. അപ്പോൾ എന്തായാലും മാറ്റാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ JKൻ്റെ ടയറിനെ കൺഫേം ചെയ്ത് കേട്ടോ. നിങ്ങളപ്പോൾ കമ്പനിയിൽ കണ്ടപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവും വണ്ടി ആകെ തകട് പൊടിയായിട്ട് ഇടിച്ച് എന്തെങ്കിലുമൊക്കെ സംഭവിച്ച് കഷ്ടത്തില്ല. അല്ല ഗൈസ്, ഞാൻ പറഞ്ഞില്ലേ, ടയർ മാറ്റാൻ വേണ്ടിയിട്ടേ ഫൈസലിൻ്റെ ടയർ മാറ്റാൻ വന്നപ്പോൾ നമുക്കും 4 ടയറുകൾ മാറ്റാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളങ്ങനെ ആ 4 ടയറുകൾ മാറ്റി പോക്കറ്റ് കാലിയായി. അങ്ങനെ അലൈൻമെൻറ്റ് കൂടി സെറ്റാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അലൈൻമെൻറ്റ് സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കൂടി കഴിഞ്ഞാൽ നമുക്ക് നേരെ പോവുക കുട്ടികളെ കൊണ്ട്. പാർക്ക് ഇനി ഉണ്ടോയെന്ന് അറിയില്ല കേട്ടോ. സമയം 5:30 മണിയായി. സോ ഇതെങ്ങനെ കാണിക്കണ ഇത്? അതാ പഠിച്ചോണ്ട് ഞങ്ങളതൊക്കെ മാറി കിട്ടി. 4 ടയറും മാറ്റി കിട്ടി. ഫൈസലിൻ്റെ ടയർ അവസാനം മാറ്റേണ്ടി വന്ന് ഫൈസൽ തീരുമാനം തന്നെ മാറ്റി. അത് ഒട്ടിക്കാൻ നടക്കൂല എന്ന് അവർ പറഞ്ഞ് അങ്ങനെ പുതിയ ടയർ തന്നെ വാങ്ങിയിട്ട്. പുതിയതല്ല, ഇതെന്താ പറയുക, റീസോളിങ്ങാണ്. ട്രാക്കാണ് ഒഴിവാക്കണതാണ്.
അങ്ങനെ ഫൈസലിൻ്റെ കിളി പോയി നടക്കുകയാണ് ഇപ്പോൾ. ആദ്യം പോയി 3000, വീണ്ടും 3000 പോയി. അപ്പം നമ്മൾ എങ്ങനെ എന്താണ് ടയറൊക്കെ മാറ്റിയിട്ട് ഇപ്പോൾ നമ്മൾ ഇവിടേക്ക് പോകുന്ന വെച്ചോ പാർക്കിലേക്ക് പോകണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പാർക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ മലമ്പുഴ എന്ന ഒരു പാർക്കിൽ പോയായിരുന്നല്ലോ നമ്മൾ. ഇന്നലെ എന്ന് പറഞ്ഞാൽ നമ്മൾ കോങ്ങാടുത്തൊരു ഗ്ലാസ് ബ്രിഡ്ജിനെ കാണിച്ചത്. അപ്പോൾ കുട്ടികളുണ്ടായിരുന്നില്ല, ഞങ്ങൾ വെറുതെ ഇങ്ങനെ പോയപ്പോൾ കണ്ടുമുട്ടിയെന്നുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ മലമ്പുഴ ആനക്കല്ല് പോകുന്ന ഭാഗത്ത് ഒരു ചെറിയ കുട്ടികളുടെ പാർക്കൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നല്ലൊരു ആംബിയൻസ് ആണ്. അവിടെ പോയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ കഴിച്ച് നമ്മളങ്ങനെ സഫാരി പാർക്കിൽ എത്തിക്കണം. മലമ്പുഴൻ്റെ പിന്നാമ്പുറത്ത് ഗവയിലേക്ക് പോകുന്ന റോഡാണിത്. ഇവിടെ നിൽക്കാൻ പാടുന്ന അറിയില്ല. നമ്മളിങ്ങനെ സഫാരി പാർക്കിൽ എത്തിയിട്ടുണ്ട്. കുട്ടികൾക്ക് 300 രൂപ കൊടുത്തെന്ന് വെച്ചെങ്കിൽ ഇവിടുത്തെ എല്ലാ റൈഡിലും കയറാം. അതുപോലെ നമുക്കും വേണമെങ്കിൽ കയറാൻ പറ്റുന്ന സംഗതികളൊക്കെ ഉണ്ട്. പറഞ്ഞിട്ട് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഒരാൾക്ക് എൻട്രി ഫീസ് വന്നിട്ട് 100 രൂപയാണ്. എന്തെങ്കിലും കയറാൻ പറ്റില്ല, ജസ്റ്റ് എൻട്രിങ്. അത് ഇത്തിരി കൂടുതലാണ് അല്ലേ, എൻട്രി ഫീസ് കൂടുതലാണ് എന്തായാലും. പിന്നെ കയറണമെന്ന് വെച്ചെങ്കിൽ എക്സ്ട്രാ പൈസ കൊടുക്കണം. നമ്മളെന്തായാലും ഒന്ന് കയറി നോക്കാം. ബാ ഓടിച്ചോ ഓടിച്ചോ. ടാറ്റാ. പേടിച്ചിക്കണ്. പേടിണ്ടാ ഗൈസ്? ഇത് മറ്റേ ബലൂണാണ്. ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് വാട്ടറിൻ്റെ ഉള്ളിൽ കൂടെ. പക്ഷേ വാട്ടറൊന്നും വലുതാക്കും. ആ ചേച്ചി ശരിക്കും നിലത്ത് കൂടെ നടക്കണ പോലെ നടക്കുന്നുണ്ട്. ഒരു വീഡിയോ കാണിച്ചു കൊടുക്കുന്നത്. അതല്ല കുത്തി പോകുന്നു. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നെബുവിന് ഇത് അധികമായിരിക്കും. നെബു എന്തായാലും മിക്കവാറും പറക്കും. കാരണം നെബു വെയിറ്റ് ഇല്ലല്ലോ. നെസുവിനെ കയറ്റാൻ പറ്റില്ല. വെള്ളം കുറച്ചും കൂടി വെള്ളത്തിൻ്റെ വെള്ളം കൂട്ടേണ്ടതായിരുന്നില്ലേ. വെള്ളം എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഒരിക്കൽ ആട്ടിയിട്ടായിരുന്നു. വെള്ളമല്ല ഗൈസ്, വെള്ളം. നെബു അതൊക്കെ കിടന്ന് വട്ടം തിരിയുന്നു. നെബുവിനെ ഇത് നീച്ച് നിൽക്കാൻ പറ്റൂല ഒരിക്കലും. പൂച്ചക്കൂട്ടിൻ്റെ ബോക്സിനുള്ളിലാക്കിയ പോലെ. കാല് കയറ്റി വെച്ച് വെച്ചോ. അത് ചൂടായിട്ട് വലിയണില്ല വണ്ടി. ഇന്നലെ പോവോ? നല്ല ഓടിയിട്ടുണ്ടാവും. എനിക്കൊരു എയിമിട്ടൊന്നുമില്ല അത് ഓടിക്കാൻ. ഗൈസ് ഞാൻ തോറ്റു, പൈസ ഓടിച്ചു. ഫൈസലിന്റെ ഊഹാണ് ഗൈസ്. ആ മരത്തിൽ ഇവിടെ പോയി. ഏതോ പൊന്തക്കാട്ടിലാണത്. പൊളിച്ച് വരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചാൽ മതി. ആയിവാ ഫ്ലിപ്പ് ചെയ്ത. ഗൈസ് ഇത് പൊട്ടിച്ചാടുമെന്ന് അറിയില്ല. നല്ല ഉരണ്ട. ഞാൻ ഇറങ്ങാണ്. ഫൈസലേ അതിട്ട് പിഴിഞ്ഞെടുക്കുന്നു ഗൈസ്. ഫൈസലൊരു അക്ഷരം കൊണ്ടുവരില്ല. ഫൈസല കൈ പുറത്തേക്കളല്ലേ, കൈയും കാലും പുറത്തിടരുത്. ഇത് നിൽക്കൂല. എടുത്തിട്ടുണ്ട്, സ്പിൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഞാൻ പൂവിന് പേടിയില്ലേ? നെച്ചുവിനെ കാണിച്ചു. നെച്ചു അതൊന്നും കയറാൻ പറ്റാത്ത വിഷമത്തിൽ നിൽക്കുന്നവർക്ക് അങ്ങനല്ല, ഇതാണ് മോന.
ഓടെ പൊട്ടാർന്നിട്ട് അതിന് പോയി ഒട്ടിപ്പിടിക്കുക വേണ്ടത്. പെണ്ണിനെ സ്വന്താക്കാൻ ഫൈസൽ വന്നിട്ടുണ്ട്. മെസ്സേജ് വന്നു അറിയും. അടുത്തത് അമ്പ ചെയ്യാൻ വേണ്ടി ജാഫാണ് അമ്പ ചെയ്യാൻ വന്നിരിക്കുന്നത്. ഗായ്സ് അമ്പ ഇത് മഞ്ഞയിൽ കൊള്ളിക്കുന്നാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ഷോട്ട് കണ്ടോളി. അമ്പ കൊണ്ട് മഞ്ഞയിൽ കഴിച്ചൊന്നുമില്ല നമുക്ക്. ഗായ്സ് 1 2 3 ബോർഡേ തകർത്ത് ഫൈസലാണ് ബെസ്റ്റ്. അടുത്തത് നെസ് ആണ് ഗൈസ് പോയിട്ടുള്ളത് വെടിവെപ്പിന്, അല്ല സോറി അമ്പയത്തിന് വേണ്ടിയിട്ട്. വെക്കാൻ അടുക്കണ പോലെ കാട്ടും. മോനെ റെഡ് സോറി ഇത് സ്ലിപ്പായി പോയി. ഞാൻ ഇവിടെ തട്ടുകയാണ്. അതില് കൊണ്ടേ കുത്തി വിടലിട്ടോ വിട്ടാ പോയി കുത്താണ് അതില് പോയിട്ട് വിടലി വിട്ടാലും പറ്റൂല. പോളി മോനെ പോളി ഇടിച്ചേ. ഞാൻ നേരത്തെ ഇവിടെ ഇടിച്ചു പക്ഷെ വീഡിയോ കിട്ടിയില്ല, ഭാഗ്യായി. നെച്ചാ പിടിക്കോ, അവനെ പിടിക്കുക, ആളിനെ പിടിക്കുക. പിടിച്ചോ ചാടി കളിച്ചാൽ മതി. കുട്ടി വന്ന നബുവിന് ഊഞ്ഞാലിൽ പൊക്കി വിടാനുള്ള പരിപാടിയാണ്. കയറ്റി വിടാണ് ആകാശത്തേക്ക്. മതിയാ തോള നീച്ചരാലോ. ഒച്ചയും ബഹളായി ഗൈസ്, ഒച്ചയും ബഹളം. കരച്ചലോട് കരച്ചിലാണ് കേട്ടോ ഇവിടെ. ഞാൻ പറയൂല, ഞാൻ കയറിയതല്ല, ഇതിൽ ചാടി കയറിയതല്ലേ. ഇനി പാർക്കിലേക്ക് വരണമെന്ന് പറയുമോ? നെച്ചോ കാക്ക പെട്ടിക്കണോക്ക്. ഗൈസ് അങ്ങനെ നമ്മൾ ഇവിടെ വന്നപ്പോൾ തിരക്ക് കുറവാണ്. കാരണം ഇപ്പോൾ എക്സാം ടൈമാണല്ലോ, അപ്പോൾ സ്കൂളൊക്കെ അവധിയുള്ളതുകൊണ്ട് തിരക്ക് കുറവായിരുന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാത്തിനും മാക്സിമം എല്ലാത്തിനും കയറി, ഇവിടെ ഉള്ളതിലൊക്കെ കയറി. നമുക്ക് 100 രൂപയും നെബുവിന് 300 രൂപ, അങ്ങനെ 500 രൂപയാണ് നമ്മളൊക്കെ പോയത്. നമുക്ക് അതിലും കൂടി ഒന്ന് കയറി നോക്കാം. ഇത് ലൊക്കേഷൻ വരുന്ന എവിടെയെന്ന് വെച്ചാൽ മലമ്പുഴേൻ്റെ ബാക്കിൽ കൂടെ വരും. അതായത് മലമ്പുഴേൻ്റെ ബാക്കിൽ കൂടെ എന്താണ് ആനക്കട്ടി അല്ലേ, ആനക്കൽ പോകുന്ന റോഡിൽ എത്തുമ്പം സ്ലൈറ്റ് റോഡ് ഇങ്ങോട്ട് കയറി പാടന്നെ നമുക്ക് കാണാം. ഈ ഒരു പറമ്പിൽ എന്താ അതിൻ്റെ പേര് പേര് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട് ഗൈസ്, അത് നോക്കിയാൽ മതി നിങ്ങൾ. മറവിൻ്റെ ചെറിയൊരു പ്രശ്നമുണ്ട്. ഞാൻ സൈക്കിളൊന്ന് തലകുത്തി പറഞ്ഞ സൈക്കിളൊന്ന് കയറി നോക്കട്ടെ. അങ്ങനെ ആട്ടി കയറ്റണം. മാറിക്ക് നെച്ചോ. അങ്ങനെ ഒറ്റയടിക്ക് പോകൂല കേട്ടോ. പോട്ടെ അങ്ങോട്ട് ചവിട്ടങ്ങോട്ട്. എന്നെ അങ്ങോട്ട് പറ്റും മനസ്സിലെ അത് പോട്ടങ്ങട്. അവിടുന്ന് വരുമ്പോ ഒരു വരവുകൊണ്ട് വരും അല്ലേ. അങ്ങനെ തന്നെ പോട്ടങ്ങട്.
എത്തി എത്തി അടുത്ത റൗണ്ടിലേക്ക് എത്തും. ഓ ശ്ശെ. പോനാ പോരാണ്ട് അവിടുന്ന് ചോട്ടറ അവിടെ നിക്കണ് പോരങ്ങട്ട് പോരങ്ങട്ട്. നിങ്ങളോട് കഴിയും പൈസ പറ്റണില്ലേ? ഇത് ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമോ? അത് ബാക്കിലില്ലല്ലോ മതി. ഇടുപ്പ് എനിക്കുണ്ട്. തുടരല്ലേ വേണ്ട വേണ്ട ഒന്നല്ല 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 എനിക്ക് തത്തേക്ക് ഇടുപ്പ് വെച്ചിട്ട് വയ്യ. അയ്യോ കാശാ താറ്റോ അപ്പൊ പിടിക്കോ ലച്ചുവിനെ പിടിക്കോ പിടിക്കുവോ? ബൈ 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 തോട്ടം വെച്ച് ടക് ടക് ഓടട്ടെ. പോ പാടനോക്ക് ഗൈസ്. അപ്പം നമ്മൾ സഫാരി പാർക്കിൽ വന്ന് അടിച്ച് പൊളിച്ച് ഇവിടെ ആരും ഉണ്ടാകുന്നില്ല. ഞങ്ങൾ വന്നപ്പോൾ തിരക്ക് കുറഞ്ഞിരിക്കുന്നു. കുട്ടികളൊക്കെ ഒന്ന് സ്കൂളൊക്കെ എക്സാമൊക്കെ ആയതുകൊണ്ട് കുട്ടികൾ വരവ് കുറവായിട്ടുണ്ട്. ഇത് നമ്മുടെ പാലക്കാട് മലമ്പുഴ വരുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ പറ്റിയ റൈഡൊക്കെ ഇവിടെ തീർച്ചയായിട്ടും ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്യുക. സഫാരി പാർക്ക് നേച്ചർ ഫൺ ആൻഡ് അഡ്വഞ്ചർ എന്നാണ് ഇതിൻ്റെ ഒരു ക്യാപ്ഷൻ തന്നെ. അപ്പം നമുക്ക് ഇവിടുന്ന് നമ്മൾ പോവാണ് കേട്ടോ. ടാറ്റാ. ഏത് പോകണം? നമ്മളങ്ങനെ കടയിൽ കയറിയൊക്കെയാണ് ഗൈസ് ചായ കുടിക്കാൻ പറഞ്ഞിട്ട്. അത് ദോശയാണ് ഇവിടെ ഉള്ളത്. ഇഡ്ഡലി ഇല്ലാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇഡ്ഡലി വേണമെന്ന പൈസ എന്നോട് ഞാൻ പറഞ്ഞു. നീങ്ങിരിക്കും, കുറച്ച് നീങ്ങിരിക്കും. നോക്കട്ടെ. വടയും കണ്ട് എടുക്കുക, കട്ട ചട്നിയിൽ മുക്കുക. നെബുവിൻ്റെ വടയാണ്. കഴിക്കുമോ? ഒരു മസാല ദോശയാണ്. സാമ്പാറൊക്കെ വരട്ടെ. നല്ല ചൂടുള്ള ദോശ ചട്നിയിൽ മുക്ക. വേണ്ട ഗൈസ്, ദോശ ചട്നി സാമ്പാർ ചൂടുള്ളത് വൈകുന്നേരത്ത് കഴിക്കാനൊരു പ്രത്യേക വൈപ്പാട്ടാ. എങ്ങോട്ട് വെച്ചോ അത് കഴിച്ചു തീർത്തിട്ട് വരാം ഗൈസ്. അപ്പം നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് പാർക്കിൽ പോയി. അതിനിടയ്ക്ക് കാറിനൊരു കംപ്ലൈൻ്റ് അല്ല, നമ്മൾ ടയർ മാറ്റി. അങ്ങനെ നമ്മൾ തിരിച്ചു വരുമ്പോൾ നല്ലൊരു ഭക്ഷണം തരുന്ന എല്ലാവർക്കും. അപ്പം നമ്മൾ ലക്ഷ്മി വിലാസം ഇടത്തറ എത്തിയപ്പോൾ നമ്മൾ ഇറങ്ങി. നെസ്സു ഇരുന്നിട്ട് കുറേ നേരം ഞങ്ങളൊക്കെ കഴിച്ച് നീച്ചു. അപ്പോൾ നെസ്സുവിൻ്റെ കഴിവ് എന്തായാലും ലേറ്റ് ആവും. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പം നല്ല വീഡിയോസുമായിട്ട് നമ്മൾ വീണ്ടും വരാം. അടുത്ത വീഡിയോസിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടുന്നവരേക്കും ബൈ.